ഹലോ, എല്ലാവർക്കും വീണ്ടും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കേരള സെൽഫ് ഫിനാൻസിങ് കോളേജിൻ്റെ ഫീസിനെ പറ്റിയുള്ളതാണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഒരു പ്രമുഖ കോളേജിലെ ഫീസ് സ്ട്രക്ചർ, അവിടുത്തെ കോളേജ് മാനേജ്മെൻറ്റ് തന്നെ സൈൻ ചെയ്ത് സീൽ ചെയ്ത് തന്ന പിക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് പ്രൂഫിന് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായും കേരളത്തിലെ സെൽഫ് ഫിനാൻസിങ് കോളേജിൻ്റെയൊക്കെ ഫീസ് സ്ട്രക്ചർ എന്താണെന്ന്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അസീസിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എന്ന് പറയുന്നത് നമ്മുടെ കൊല്ലത്തുള്ള അസീസിയ മെഡിക്കൽ കോളേജിലെ മാനേജ്മെന്റ് സൈൻ ചെയ്ത് സീൽ ചെയ്ത് തന്ന അവരുടെ ഫീസ് സ്ട്രക്ചറിനെ പറ്റിയാണ്. ഇത് എൻ്റെ ഒരു ഫ്രണ്ട് എഡ്യൂക്കേഷൻ ലോൺ എടുക്കാൻ ആവശ്യത്തിനെന്ന് പറഞ്ഞിട്ട് വാങ്ങിയതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റിയ ഏകദേശം 47 ലക്ഷത്തി ഇത്ര രൂപയാണ് അവിടുത്തെ 5 വർഷത്തെ ഫീസ്. ഇത് എല്ലാ സെൽഫ് ഫിനാൻസിങ് കോളേജിലും ഇതേ ഫീസാണ് വരുന്നത്. അവർ 5 വർഷം ഫീസ് എന്ന് ഉദ്ദേശിക്കുന്നത് 4.5 വർഷമാണല്ലോ കോഴ്സ്. അപ്പോൾ 4 വർഷവും ആ അര വർഷത്തിൻ്റെ ഫീസാണ് 5th ഇയർ ആയിട്ട് കൂട്ടുന്നത്. ഇതിൽ ക്യാമ്പസ് ഫീ വരുന്നുണ്ട്, ഹോസ്റ്റൽ ഫീ വരുന്നുണ്ട്, മെസ് ഫീ വരുന്നുണ്ട്, സ്പെഷ്യൽ ഫീ വരുന്നുണ്ട്. പക്ഷേ ഇതിൽ മെഡിക്കൽ ബുക്സിൻ്റെയോ ബാക്കി എക്സാംസിൻ്റെയോ അങ്ങനത്തെ ഒരു ഫീസും ഇൻക്ലൂഡഡ് അല്ല. അതില്ലാതെ തന്നെ ഏകദേശം 47 ലക്ഷം ആവുന്നുണ്ട്. നമുക്ക് ബാക്കി എല്ലാ ഫീസും റൗണ്ട് ചെയ്ത് 50 ലക്ഷം പറയാം. 50 ലക്ഷം, അതായത് 1.5 ലക്ഷം രൂപയാണ് നമുക്ക് എന്താ പറയുക കേരളത്തിൽ സെൽഫ് മാനേജ്മെന്റിൽ പഠിക്കാൻ ആവശ്യമായിട്ടുള്ളത്. 1.5 കോടി രൂപ. ഓക്കെ, അപ്പോൾ 50 ലക്ഷം രൂപ കൊടുത്ത് നിങ്ങൾ ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജിൽ പഠിക്കണോ എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിക്കുക. കാരണം നമുക്ക് ഗവൺമെൻറ് കോളേജ് ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 10,000 രൂപ അല്ലെങ്കിൽ മാക്സിമം 25,000 രൂപയ്ക്ക് കാര്യങ്ങളെല്ലാം കഴിയും. അപ്പോൾ സെൽഫ് ഫിനാൻസിങ് കോളേജിൽ നല്ല കോളേജ് ഒരുപാടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന 50 ലക്ഷം രൂപയ്ക്ക് വർത്തായിട്ടുള്ള ഒരുപാട് കോളേജസ് ഉണ്ട്. ജൂബിലി, അമല, ബിലീവേഴ്സ്, പുഷ്പഗിരി, ശ്രീഗോകുലം, മലങ്കര ഓർത്തഡോക്സ് ചർച്ച്, അങ്ങനത്തെ കുറച്ച് അടിപൊളി കോളേജസ് ഉണ്ട്. കാരണം നിങ്ങളവിടെ പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന ഫീസിന് വർത്താണ്. പക്ഷേ ഇത് വെർത്തല്ലാത്ത കുറച്ച് ബിലോ ആവറേജ് കോളേജസ് ഉണ്ട്. ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ബെസ്റ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജ് ഇൻ കേരള എന്ന് പറഞ്ഞാൽ. ആ വീഡിയോ ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെ കോളേജാണ് ലോയിൽ നിൽക്കുന്നതെന്ന്. അപ്പോൾ ഈ ഫീസാണ് നമ്മുടെ കേരളത്തിൽ ഒരുവിധം എല്ലാ കോളേജസിലും അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ 50 ലക്ഷം രൂപ മുടക്കി നിങ്ങൾ പോകുന്ന കോളേജ് നിങ്ങൾക്ക് ബെസ്റ്റ് ആണോ എന്ന് നിങ്ങൾ ആദ്യം അന്വേഷിക്കുക. കാരണം ഇത്ര പൈസ മുടക്കിയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഒരു ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ഇല്ല, എക്യുപ്മെന്റ്സ് ഇല്ല, ലബോറട്ടറി ഇല്ല, സ്റ്റാഫ് ഇല്ല, ഫാക്കൽറ്റി ഇല്ല, ഒന്നുമില്ല, പേഷ്യൻസ് ഇല്ല. പേഷ്യൻ്റ് എക്സ്പോഷർ ആണല്ലോ മെയിൻ. പേഷ്യൻ്റ് എക്സ്പോഷർ ഇല്ല. അതേപോലെ ഒരു കോളേജ് വൈബ് ഇല്ല. ഒരു 4 കെട്ടിൻ്റെ അകത്ത് കൂട്ടിലടച്ച് കിളിയെ പോലെ 24 മണിക്കൂർ ജീവിക്കുക. ഹോസ്റ്റൽ സ്ട്രിക്ട്നെസ്, ക്യാമ്പസ് സ്ട്രിക്ട്നെസ്, അത് ഇത് എല്ലാം ലൈക്ക് ഓഫ് ആ ഒരു ഫീലാണ് നമ്മുടെ ബിലോ ആവറേജ് കോളേജിൽ കിട്ടാൻ പോകുന്നത്. അത് ഈ 50 ലക്ഷം രൂപയ്ക്ക്. ആൻഡ് നമുക്ക് ഇന്റേൺഷിപ്പ് ചെയ്യുമ്പോൾ സ്റ്റൈഫൻഡ് കിട്ടും. ഇന്റേൺഷിപ്പ് ചെയ്യുമ്പോൾ സ്റ്റൈഫൻഡ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് പുഷ്പഗിരി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലാണ്. 16,000 രൂപ. ഓക്കെ, 16,000 രൂപ. നമ്മുടെ ഈ ബിലോ ആവറേജ് കോളേജിലൊക്കെ 10,000, 7,500, 5,500 വരെയൊക്കെ സ്റ്റൈഫൻഡ് കിട്ടാറുണ്ട്. നമ്മളുടെ കയ്യിൽ നിന്ന് 50 ലക്ഷം രൂപ മേടിച്ചിട്ട് ഇവർ നമുക്ക് സ്റ്റൈഫൻഡ് ആയിട്ട് തരുന്നത് 7,500 രൂപ. ഓക്കെ, ഒരു MBBS ഡോക്ടറിന് ഇന്റേൺഷിപ്പ് ചെയ്യുന്ന ടൈമിൽ കിട്ടുന്ന ഫീസാണ് ഞാൻ പറയുന്നത്. വേസ്റ്റ് സിനാരിയോ എടുക്കണ്ട, ബെസ്റ്റ് സിനാരിയോ എടുത്തോ. 15,000 രൂപ നമുക്ക് ഒരു മാസം കിട്ടുന്നുണ്ട് സ്റ്റൈഫൻഡ്. കഷ്ടപ്പെട്ട് ഇത്രത്തോളം പഠിച്ച് 5.5 വർഷം നമ്മുടെ സമയം, നമ്മുടെ പ്രായം എല്ലാം സാക്രിഫൈസ് ചെയ്ത് ഒരു സർവീസിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന നമുക്ക് കിട്ടാൻ പോകുന്ന സ്റ്റൈഫൻഡ് 15,000 രൂപ സെൽഫ് മാനേജ്മെന്റിൽ മാക്സിമം. കൊള്ളാല്ലേ? വൗ. ഇതിനെപ്പറ്റി എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. നിങ്ങൾ കോളേജ് ചൂസ് ചെയ്യുമ്പോൾ വൈസായിട്ട് ചൂസ് ചെയ്യുക. നിങ്ങൾ എന്താ പറയുക, MBBS എന്ന് പറഞ്ഞ ഒരു സർവീസാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. സ്ട്രെസ് ഫ്രീ ആയിട്ട് എത്രത്തോളം പഠിക്കാൻ വരുന്നു അത്രത്തോളം പഠിക്കാൻ നോക്കുക. കാരണം സ്ട്രെസ് ഫ്രീ ആയിട്ട് ഒരിക്കലും MBBS പഠിക്കാൻ പറ്റില്ല. അത് അറിയാത്തവർക്ക് അറിയാം. സോ നിങ്ങൾ എപ്പോഴും കോളേജ് ചൂസ് ചെയ്യുമ്പോൾ മാക്സിമം നല്ലൊരു കോളേജ് നോക്കുക, അതിൻ്റെ എൻവയോൺമെൻറ്റ് നോക്കുക, അതിൻ്റെ ഹാബിറ്റാറ്റ് നോക്കുക, നിങ്ങൾക്ക് അക്ലമറ്റൈസ് ആകാൻ പറ്റുമോ ഇല്ലയോ നോക്കുക. എന്നിട്ട് മാത്രം ചൂസ് ചെയ്യുക. ഇത്ര ഫീസ് കൊടുത്ത് നിങ്ങൾ
നല്ല സെൽഫ് ഫിനാൻസിങ്ങിൽ പഠിക്കുമെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് ആക്ച്വലി ഒരു റിഗ്രറ്റ് ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾ ഇത്ര ഫീസ് കൊടുത്തിട്ട് ഒരു ക്വാളിറ്റി ഇല്ലാത്ത സെൽഫ് ഫിനാൻസിങ് കോളേജിൽ പഠിക്കുകയെന്നുണ്ടെങ്കിൽ യു വിൽ റിഗ്രറ്റ് ഫോർ ഷുവർ, ഡെഫിനറ്റ്ലി. ഇപ്പം നിങ്ങൾ തന്നെ സ്വയം ചോദിച്ചു നോക്കുക, ഇത്ര രൂപ കൊടുത്തിട്ട് ആ കോളേജിൽ പഠിക്കണോ വേണ്ടയോ എന്ന്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ജസ്റ്റ് നിങ്ങളടുത്ത് സംസാരിക്കണം എന്ന് തോന്നി. സോ എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. ബൈ.